ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ വീഡിയോ. സോ കോവിഡ് കല്യാണമായിരുന്നു ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അത് അറിയായിരിക്കും. സോ ഞങ്ങൾ ഹണിമൂൺ പോയത് ആൻഡമാനാണ്. നമുക്ക് ഡേറ്റ്സ് ഫിക്സ്ഡ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റാർട്ടിങ് ഡേയുടെ അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആൻഡമാനിലേക്ക്. സോ ഞങ്ങൾക്ക് ചെന്നൈയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു. ആ വീക്കേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ എക്സ്പെൻസ് ആയിരുന്നു. ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റും പ്ലസ് ചെന്നൈയിൽ വൺ ഡേ അക്കോമഡേഷനും ഫുഡ് നമ്മുടെ പാക്കേജിൽ ഓൾറെഡി അവർ അറേഞ്ച് ചെയ്തിരുന്നു. ബട്ട് ഒരു അൺനെസസറി എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾക്ക് പോയൊരു ഡേ ആണ് ചെന്നൈ. അതാണെങ്കിൽ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈം അങ്ങനെയോ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റോ ഈവനിങ് ഫ്ലൈറ്റോ എന്തായിരുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അന്ന് ജസ്റ്റ് പോയി ചെന്നൈയിലൊരു സ്റ്റേ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കായിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ് ഓൺ ടൈം തന്നെയായിരുന്നു. കോവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ അത്ര അധികം തിരക്കൊന്നും ഫ്ലൈറ്റിലുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്നത്തെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ആൻഡമാനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. ബിക്കോസ് അതൊരു ഐലൻഡാണ്, പ്ലസ് പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. RT-PCR സർട്ടിഫിക്കറ്റും നമുക്ക് വേണമായിരുന്നു, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും വേണമായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ കണ്ട പോലെ അവർ സ്റ്റാമ്പ് ചെയ്യും വാക്സിനേറ്റഡ് പീപ്പിളാണ് എന്നുള്ളത്. നമ്മളെ വെയിറ്റ് ചെയ്ത് മിലിറ്ററി എയർപോർട്ടിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് നിൽപ്പുണ്ടായിരുന്നു ഓൾറെഡി. ഇതായിരുന്നു നമ്മളുടെ റൂം, പോർട്ട് ബ്ലെയറിൽ സ്റ്റേ ചെയ്തിരുന്ന റൂം. ഒരു നോർമൽ ഡബിൾ സൈസ് റൂം വിത്ത് പൂളൊക്കെ ആയിരുന്നു. പൂൾ ആക്സസ് ഉണ്ടായിരുന്നില്ല, അഗൈൻ കോവിഡ് ആയിരുന്നത് കാരണം. ലഞ്ച് ആൻഡ് ഡിന്നർ നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ പ്രോൺസ്, ഗാർലിക് പ്രോൺസ് ആണ്. ഇത് സീ ഫുഡ് ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തോ ആയിരുന്നു. ഫുഡൊക്കെ ആക്ച്വലി ആൻഡമാനിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റിയും ആയിരുന്നു ഞങ്ങൾ കഴിച്ച എല്ലാ ഫുഡിനും. പിന്നെ അവിടെ പോയിട്ട് സീ ഫുഡ് എന്തായാലും കഴിക്കുക. അവിടെ ഞങ്ങൾ കോർമിൻസ്കോവ് ബീച്ചിലേക്ക് പോയി. ഇത് നല്ലൊരു രസമുള്ളൊരു ബീച്ചായിരുന്നു. ഇവിടെയാണ് സീ കാർട്ടിങ് പിന്നെ സ്കീയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അതിനൊക്കെ എക്സ്ട്രാ ഓൾമോസ്റ്റ് 2,000 to 4,000 ആയിരുന്നു. നമ്മൾ സീ കാർട്ടിങ് ചെയ്തില്ല. പിന്നെ ഈവനിങ് ഞങ്ങൾ അവിടെ നിന്ന് സെല്ലുലാർ ജയിലിൽ പോയി. ഇവിടെയാണ് എല്ലാവർക്കും അറിയാവുന്ന വീർ സവർക്കറിനെ അവർ ഇട്ടിരുന്ന ജയിൽ. വേറെയും കുറേ ഫേമസ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇവിടെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ജയിൽ കാണുമ്പം നമ്മളുടെ ഉള്ളിലെ എന്താ പറയുക, ഇന്ത്യനൊന്നും ഉണരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആലവിടെ കാണാൻ പറ്റും. ആ ആല് അവർ നട്ടിട്ട് അത് നനച്ചേക്കുന്ന വെള്ളം കൊണ്ടല്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സിനെ, ബിഹെഡ് ചെയ്യുന്ന പ്രിസണേഴ്സിൻ്റെ ബ്ലഡ് കൊണ്ട് നനച്ചിരുന്ന ഒരാലാണെന്നാണ് ആ ആലിനെ പറയപ്പെടുന്നത്. ഇപ്പം ആല് ഭയങ്കര വലുതായി, വെള്ളം നനച്ചല്ല ആ ആല് വലുതായേക്കണമെന്നാണ് പറയണത്. പിന്നെ ഈ കാണുന്നതാണ് ഓരോ റൂംസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കുടിസ് മുറി. അത് ഇരുട്ടുള്ള ഈ മുറിക്കകത്ത് അതാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു പോർഷൻ. അത്രയും കഷ്ടതകൾ അനുഭവിച്ച ആൾക്കാർ നേടിത്തന്നാണ് നമുക്ക് നമ്മുടെ ഫ്രീഡം. ഇതാണ് വീർ സവർക്കർ കിടന്നിരുന്ന റൂം. പുള്ളിക്കൊരു കരിങ്കല്ലിൻ്റെ ഒരു ബെഞ്ച് പോലൊരു സാധനം എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഹാങ്ങിങ് ഏരിയ, പ്രിസണേഴ്സിനെ തൂക്കിക്കൊന്നിരുന്ന സ്ഥലം. ഇത് ഈ ജയിൽ കണ്ടപ്പോൾ നമ്മുടെ കാലാപാനിയോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാലാപാനി സിനിമ ഷൂട്ട് ചെയ്ത ജയിലാണിത്. എല്ലാ മലയാളികൾക്കും അറിയാവുന്നൊരു സിനിമയല്ലേ അത്. ഇത് ജയിലിൻ്റെ ടോപ്പ് മോസ്റ്റ് ഏരിയ. ഇതാണ് ഇവിടുത്തെ ഒരു കഷ്ടം എന്ന് പറയുന്നത്. ബൈ ചാൻസ് ഒന്ന് എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും കണ്ണൊക്കെ തട്ടിച്ച് മുകളിലെത്തിയാൽ എങ്ങോട്ടേക്കാണ് പോവുക? എടുത്ത് ചാടാൻ ഒരു വലിയ കടൽ മാത്രം. തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളുടെ റൂമൊക്കെ അവർ ഡെക്കറേറ്റൊക്കെ ചെയ്ത്, ഹണിമൂണാണല്ലോ, അപ്പം അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസൊക്കെ അവർ അവരുടെ സൈഡിൽ നിന്നൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ അവരുടെ തന്നെ ഒരു കേക്കൊക്കെ അവർ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നു. ഓർക്കിഡ് ഹോളിഡേയ്സാണ് നമ്മളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ട്രിപ്പ് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓവറോൾ പ്രൈസൊക്കെ ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം. പിന്നെ സെക്കൻഡ് ഡേ ആയിരുന്നു നമ്മൾ ഹാവ്ലോക്കിലേക്ക് പോയത്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ പോകുമ്പോൾ ഹാവ്ലോക്കിൽ പോയിരിക്കണം. ഹാവ്ലോക്കിൽ മാത്രം പോയാലും മതി.
നമുക്കൊരു മിനി ക്രൂസിലാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് നമുക്ക് പോകേണ്ടത്. ബിക്കോസ് അങ്ങോട്ടേക്ക് എയർപോർട്ടൊന്നും ഇല്ലല്ലോ. അപ്പം പോർട്ട് ബ്ലെയറിൽ ലാൻഡ് ചെയ്തിട്ട് ഹാവ്ലോക്കിലേക്ക് മിനി ക്രൂസ് റൈഡ് എടുക്കണം. നമ്മളുടെ പാക്കേജിൽ അതും ഇൻക്ലൂഡഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 600 800 എന്തോ ആയിരുന്നു. പിന്നെ നമ്മൾ സിംഫണി പാംസ് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞാൻ ഹാവ്ലോക്കിൽ പോകുന്ന എല്ലാവരോടും ഈ റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറയും. എൻ്റെ ഫ്രണ്ട്സ് ആൻഡമാനിൽ പോയിക്കണം 1-2-3 പേര് ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ പരിസരവും ഇവിടുത്തെ ഫുഡും. നമുക്ക് 3 times ഫുഡ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നില്ല. ബട്ട് ഇവിടെ ഈ ലോക്കൽ ഢാബ അങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ വളരെ പാടാണ്. നോർമൽ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഫുഡൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ആൻഡമാനിൽ, ബട്ട് നല്ല ടേസ്റ്റിയുമാണ്. ഞങ്ങൾ കഴിച്ചതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നാണ്. എക്സ്ട്രാ നമ്മളുടെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് നമ്മൾ വല്ലതും എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് പ്രൈസ് ആവുള്ളായിരുന്നു. അല്ലാതെ നമ്മളുടെ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു പാക്കേജിൽ. ഈ റിസോർട്ട് നടന്ന് തന്നെ കാണാൻ ഭയങ്കര രസം. ഇവർക്കൊരു പ്രൈവറ്റ് ബീച്ചും ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക്. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ആഴമുള്ള ബീച്ചൊന്നുമല്ല. അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അങ്ങ് നടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അത്രയും നടക്കാനും അലൗഡും ആയിരിക്കില്ലായിരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ബട്ട് ഒരു പകുതി വരെയൊക്കെ ഒട്ടും വെള്ളമില്ല. ഞാൻ ഒട്ടും ഹൈറ്റില്ലാത്തൊരു പേഴ്സണാണ്. എൻ്റെ തന്നെ ഏകദേശം ഒരു മുട്ട് വരെയൊക്കെ മാക്സിമം വെള്ളം ഇറങ്ങി നടന്നിട്ട് തന്നെ വന്നുള്ളൂ. പക്ഷെ ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാൻ ഒരു ഈവനിങ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു എന്താ പറയുക ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയൊരു ബീച്ചാണിത്. പ്രൈവറ്റ് ബീച്ചാണ് സിംഫണി ഫാം റിസോർട്ടിൻ്റെ. നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആയിരുന്നു നമുക്ക് അവരുടെ നമ്മുടെ പാക്കേജ് തന്നെ അവർ ടു ആൻഡ് ഫ്രോ ഒക്കെ കാർ സർവീസസ്, നമുക്ക് പ്രൈവറ്റ് ക്യാബ് ഉണ്ടായിരുന്നു. സോ അതിന് ലഞ്ചിന് മുന്നേ ഞങ്ങൾ ബീച്ചിലൊന്ന് പോയി, ഇവിടുത്തെ പ്രൈവറ്റ് ബീച്ചിൽ പോയി. ഇതാണ് ഞങ്ങളുടെ റൂം. എനിക്കിങ്ങനെ ആൻറ്റീക് വുഡൻ റൂംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AC ആണോ ഫാനാണോ ഏത് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ആവശ്യമില്ല, നല്ല തണുപ്പായിരുന്നു. AC ഉണ്ടായിരുന്നു, ഫാൻ ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു റൂമിൽ. ഒരു മിനി ബാത്റൂം ഉണ്ടായിരുന്നു. ബാത്റൂമൊക്കെ ഭയങ്കര ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും അത്രയേ അവിടെ പറ്റുള്ളൂ. വെള്ളമൊക്കെ ഒരു ഉപ്പുരസമുള്ള വെള്ളമൊക്കെ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ രാധാനഗർ ബീച്ചിൽ പോയി. ഇന്ത്യയിലുള്ള ആകെ 12 ബ്ലൂ ഫ്ലാഗ് ബീച്ചസിൽ ഒരെണ്ണമാണ് ഈ ബീച്ച്. ഈ ബീച്ച് ഒരു അനുഭവമായിരുന്നു. ലൈക്ക് ഇത്രയും ക്ലീൻ വെള്ളം, അവിടെ ചേഞ്ചിങ് റൂംസ് ഉണ്ട്, പ്രോപ്പർ ഗാർഡ്സ് ഉണ്ട്, വെള്ളമാണെങ്കിലൊക്കെ സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ ഡിന്നർ ഇൻക്ലൂഡഡ് ആയിരുന്നു, ബഫേ ഡിന്നർ. നമുക്ക് എക്സ്ട്രാ ഡ്രിങ്ക്സ് വല്ലതും ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം പൈസയാവുള്ളായിരുന്നു. പിന്നെ ഡേ 3 എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്നും ഉണ്ടായിരുന്ന ആൻഡമാനെ പറ്റി പറയാനുണ്ടായിരുന്നൊരു കാര്യം, ഇത് വെളുപ്പിന് 5 മണിയാണ് നിങ്ങളീ കാണുന്നത്. എത്ര ബ്രൈറ്റാണെന്ന് നോക്കൂ. ആൻഡമാനിൽ ഡേ പാക്കേജസ് മാത്രം നമുക്ക് പറ്റുള്ളൂ. ബിക്കോസ് വൈകുന്നേരം ഒരു 4:30-5 ആകുമ്പോഴത്തേക്കും ഫുൾ ഇരുട്ടാവും. ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് ഡേ, എൻ്റെ ലൈഫിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്നും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സ്കൂബ ഡൈവിങ്. അത് ലോകത്തിൽ തന്നെ എന്തോ ടോപ്പ് 3 ടോപ്പ് 5 ഒന്നാണ് ആൻഡമാൻ. സോ ഇവിടെ തന്നെ എനിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂബ ഡൈവിങ് ഓപ്റ്റ് ചെയ്തു. ആൻഡ് താങ്ക്ഫുള്ളി ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് 4 പേരും മലയാളികളായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് അവരെന്താണ് എക്സ്പെക്റ്റേഷൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മെയിനായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് നീമോയിനെ കാണണം. നീമോ എന്ന് പറഞ്ഞാൽ ക്ലൗൺ ഫിഷാണ്. ഫൈൻഡിങ് നീമോ മൂവിയിൽ ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ എനിക്ക് നീമോയിനെ കാണണം. ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും നിന്നെ നീമോയിനെ ഞാൻ കാണിച്ചിരിക്കും എന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. മലയാളി വർഗ്ഗസ്നേഹം കൊണ്ടാണോന്നറിയില്ല, ക്രൗഡ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലേക്ക് അവർ ഞങ്ങളെ കൊണ്ടുപോയി. കുറേ പേര് ഡൈവ് ചെയ്യാനുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പോയ ഏരിയയിൽ ഞങ്ങൾ മാത്രം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഒരു 40 minutes പാക്കേജ് ഓപ്റ്റ് ചെയ്ത് ഞങ്ങളെ ഓൾമോസ്റ്റ് 1 hour അവർ കൊണ്ടുപോയി. താങ്ക്സ്. ആ ചേട്ടന്മാരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ബട്ട് എന്നാലും ഹൃദയം നിറഞ്ഞ നന്ദി അവരോട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തന്നതിൽ. പിന്നെ ഇതിന് മുന്നേ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടാകും 20 minutes. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വർത്താനം പറയാനൊന്നും പറ്റില്ലല്ലോ. ജിന്ദഗി നാ മിലേഗി ദോബാര കണ്ടേക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ആ ലാംഗ്വേജ്, അപ്പ് ഡൗൺ, ഓക്കെ നോട്ട് ഓക്കെ. പിന്നെന്താ എയർ,
അതൊക്കെ നമ്മളെ അവർ പഠിപ്പിച്ച് തരും. എന്നിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. സ്വിമ്മിങ് അറിയണമെന്ന് യാതൊരു വിധ നിർബന്ധമല്ല. ഇൻഫാക്റ്റ് അവർ പ്രിഫർ ചെയ്യുന്നത് സ്വിമ്മിങ് അറിയാത്ത ആൾക്കാരെയാണെന്ന് വരെ അവർ എന്നോട് പറഞ്ഞു. ബിക്കോസ് അവരെ ആകുമ്പോൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമുണ്ടാവും. നീന്തൽ അറിയാവുന്നവർക്ക് കുറച്ച് സ്മാർട്ട്നെസ് കൂടി അവർ തോന്നിയ പോലെയൊക്കെ നീന്താനൊക്കെ ശ്രമിച്ചാൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടുണ്ടാവും ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ നീമോയിനെ കണ്ടു. ഒരു നീമോയിനെ മാത്രമല്ല, നീമോയിൻ്റെ ഹോൾ കുടുംബത്തെ ഞാൻ കണ്ടു. ആ കോറൽ റീഫിൽ അവരെന്നെ കൊണ്ടുപോയി. ഇതിനകത്ത് അച്ഛൻ നീമോയിനെ മാർലിനെ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. ബട്ട് അവിടെ നീമോ ഉണ്ടായിരുന്നു, നീമോയുടെ അമ്മയുണ്ടായിരുന്നു, നീമോയുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ, ഞാൻ വേറെ എങ്ങോ നോക്കുമായിരുന്നു എന്ന് ചേട്ടന് തോന്നിയിട്ടായിരിക്കും എന്നെ കുറച്ച് കുലുക്കിതീ നീ നോക്കുക എന്നുള്ള രീതിയിൽ എന്നെ കാണിച്ചു തന്നു. അവിടെ നിർത്തി കാണിച്ചു തന്നു അവർ നീമോയിൻ്റെ ഫാമിലിയെ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കെട്ടിയോൻ ഈ കാണിക്കുന്ന പോലെ ഒരു സാധനം അവിടെ തൊടരുത് നമ്മൾ. അവർ ചിലതൊക്കെ പോയിസണസ് ആയിട്ടുള്ള റീഫ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫേൺസ് ആയിരിക്കും, ചിലത് അലർജിക് ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നിനും തൊടാനും പിടിക്കാനൊന്നും പോവാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. അവരും സമ്മതിക്കില്ല അതിനൊന്നും. പിന്നെ സ്കൂബ ഡൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ജിന്ദഗി നമ്മിലേക്ക് ദോബാരയിലെ ഹൃതിക് റോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. നമ്മൾ ഈ ലോകത്തിൽ ഇതുവരെ കണ്ടേക്കുന്നതൊന്നും ഒരു കാഴ്ചയല്ല. യഥാർത്ഥ കാഴ്ച കടലിൻ്റെ ഇടയിലാണെന്ന് പറയുന്നത് സത്യമാണ്. ആൻഡ് ഒരു സേയിങ് ഉണ്ടല്ലോ, ബിഫോർ യു ഡൈ യുവർ ഹോൾ ലൈഫ് ഫ്ലാഷസ് ബിഫോർ യുവർ ഐസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലാസ്റ്റ് നിമിഷങ്ങളിൽ എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഫ്ലാഷായിട്ട് എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അതിൽ ഒരു എന്താ പറയുക, വളരെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, അതിൽ ഒരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ ഇതായിരിക്കും. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നേക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസസിൽ ഒന്നല്ല ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ ഞാൻ പറയും. ഇൻക്ലൂഡിങ് ഞാൻ മാരേജ് പറയാം. സ്കൂബ ഡൈവിങ്, ഇതാണ് ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാം മലയാളികളായിരുന്നു. എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, ഹൈഡ്രോഫോബിയ ഒന്നും ഇല്ലാത്തവർ. പിന്നെ ഈവനിങ് അല്ല, ഇത് ആഫ്റ്റർനൂൺ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങളുടെ ബീച്ചിൽ തന്നെ പ്രൈവറ്റ് റിസോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് എക്സ്പ്ലോർ ചെയ്തത് അന്നായിരുന്നു. ആദ്യം ഫസ്റ്റ് ഡേ നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് നടന്നത്. മറ്റേ സൈഡിലേക്ക് കുറേ നടന്നു. അന്ന് ഈ പറഞ്ഞ പോലെ വെള്ളം, പിന്നെ നല്ല മഴയായിരുന്നു. ആൻഡമാനിൽ ക്ലൈമറ്റ് എപ്പോഴും മറിഞ്ഞിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 4:30 വരെയൊക്കെ മാക്സിമം കാണാൻ പറ്റുള്ളൂ. വെളുപ്പിന് 5 മണിക്ക് എത്രത്തോളം വെളിച്ചമുണ്ടോ അത്രത്തോളം തന്നെ ഇരുട്ടാണ് രാത്രി. അവിടുത്തെ വർക്കിംഗ് ടൈം തന്നെ എനിക്ക് തോന്നുന്നു അവരെന്തോ പറഞ്ഞത് 7 to 4 അങ്ങനെ എന്തോ ആണെന്നാണ്. കാരണം അത്രയും ഇരുട്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ആൻഡമാനിൽ പോകാനൊക്കെ പാക്കേജ് എടുക്കാതെ തന്നെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ 4 മണിക്ക് ശേഷം ഇവിടെ പോകാൻ പ്ലാൻ ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഇരുട്ടായിരിക്കും, അവർ ക്ലോസും ചെയ്യും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പ്രൈവറ്റ് ആയിരുന്നു. ഇതാണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് കുടിച്ച കോക്ടെയിൽ ഗൈസ്. ഇത് സെക്സ് ഓൺ ദ ബീച്ച് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് എക്സ്ട്രാ ആയിരുന്നു, ഡ്രിങ്ക്സ് എക്സ്ട്രാ ആണ്. ഫുഡൊക്കെ ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെ. പിന്നെ 4th ഡേ ഹാവ്ലോക്ക് ടു പോർട്ട് ബ്ലെയർ ആയിരുന്നു. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തന്നെ ക്രൂസിൽ പോർട്ട് ബ്ലെയറിലോട്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കോർബിൻസ് കോവ് ബീച്ചിൽ ഒന്നോടെയും പോകണം എന്നായിരുന്നു. ബട്ട് ആഫ്റ്റർനൂണായി. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ച സെക്കൻഡ് ഡ്രിങ്കാണ്. കോസ്മോപൊളിറ്റൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കോസ്മോപൊളിറ്റൻ്റെ ഒരു ഭയങ്കര വലിയ ഫാൻ ആയത് ഞാൻ അന്നാണ്. ഞങ്ങൾ ഈവനിങ്, ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ഉച്ചയായി അന്ന് പോകാൻ നേരത്ത്. കാരണം ഭയങ്കര മഴയായിരുന്നു, ഒട്ടും ഫേവറബിൾ ആയിരുന്നില്ല ക്ലൈമറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോർട്ട് ബ്ലെയറിലോട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് അന്ന് കോർബിൻസ് കോവ് ബീച്ചിൽ പിന്നെയും പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ എന്നാലും
ഹാവ്ലോക്കിലുണ്ടായിരുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഞങ്ങളുടെ ഹണിമൂണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തിരിച്ചുള്ള മിനി ക്രൂസിലെ ടിക്കറ്റും എല്ലാം ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയാണ് പിന്നെയും സ്റ്റേ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് ഡേ 5 പോർട്ട് ബ്ലെയറിൽ തന്നെയായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് അന്ന് നീൽ ഐലൻഡ് ആയിരുന്നു ഞങ്ങളുടെ പാക്കേജിൽ. പക്ഷേ ഭയങ്കര മഴയും ഇതല്ല, ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കാരണം നീൽ ഐലൻഡ് അന്ന് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാക്കേജ് ഇതാണ്. പാക്കേജ് എടുത്ത് നമ്മൾ പോകുമ്പോഴുള്ളൊരു ഗുണം, എന്തെങ്കിലും ഒരു കാര്യം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവരൊരു ഓൾട്ടർനേറ്റ് തരും. ഞങ്ങൾക്ക് തന്ന ഓൾട്ടർനേറ്റാണ് സിറ്റി ടൂർ, അല്ലെങ്കിൽ റീഫണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ സിറ്റി ടൂറിന് ഓപ്റ്റ് ചെയ്തു. ഇതൊരു ബ്ലൂ വീലിൻ്റെ സ്കെലറ്റനാണ്. ഇത് അവിടുത്തെ മ്യൂസിയത്തിലാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് പോയത് ടിമ്പർ ഫാക്ടറിയിലായിരുന്നു. പിന്നെ വേൾഡ് വാറിൻ്റെ റുവിൻസ് കാണാൻ പോയി. അതിൻ്റെ ഫോട്ടോസ് എന്തുകൊണ്ടോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവിടെ മറ്റേ ജാപ്പനീസ് ആർമി കൊണ്ടുവന്നിട്ടൊരു ബോംബിൻ്റെ റുവിൻസൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ ആ ഏരിയയിൽ എനിക്ക് ഓർമ്മയില്ല എന്താ പറ്റിയെന്ന്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയതാണോ ഫോട്ടോസ് നഷ്ടപ്പെട്ടു പോയതാണെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒന്നും ഫോട്ടോസ് ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇതാണ് ഞങ്ങൾ പോയ മ്യൂസിയം. ഇതാണ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അന്നത്തെ ദിവസം ഞങ്ങൾ പോയത്. ഇത് ആൻഡമാൻ ഐലൻഡ്സ് എങ്ങനെ ഫോം ചെയ്തു, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. അവിടെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫ്ലോറ ഫോണ അതിനെപ്പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ. പിന്നെ അവിടെ തന്നെ ഒരു അക്വേറിയം ഉണ്ട്, അവിടെയും ഞങ്ങൾ കൊണ്ടുപോയി. അവർ നീൽ ഐലൻഡ്സ് പോകുന്നതായിരുന്നു ബെസ്റ്റ് എന്ന് വെച്ചാൽ യെസ് അങ്ങനെ പറയാൻ പറ്റൂ. ബിക്കോസ് നീൽ ഐലൻഡ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദി അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന പോലെയാണല്ലോ ഇത്. അവർ തന്നെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് തന്നൊരു ഓൾട്ടർനേറ്റ് ടൂറാണ്. ഇതാണ് അവിടുത്തെ ആക്ച്വലി അവിടുത്തെ ട്രൈബിനെ കാണിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അവിടെ നേറ്റീവായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ട്രൈബ് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുക ലോകത്തിൽ. ഇനി ഇവരുടെ എന്തോ 33 പേരോ 43 പേരോ എന്തോ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇവിടെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഒരു ഉള്ളിലുള്ള ഐലൻഡ്സിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈവൻ മിനി ഹെലികോപ്റ്റേഴ്സിൽ പോലും അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുമ്പോൾ അവർ ഷൂട്ട് ചെയ്ത് താഴെ ഇടും എന്നൊക്കെയാണ് പറയണത്. അവർ അത്രയും ഹോസ്റ്റൈലായിട്ടുള്ള ആൾക്കാരാണ്. പ്ലസ് അവർ നമ്മളായിട്ട് അവരത്ര ഇമ്മ്യൂണും അല്ല. നമ്മളെന്തെങ്കിലും കുഞ്ഞ് അസുഖങ്ങളുണ്ട് പോയാലും അവർക്കത് പിടിച്ചിട്ട് അവർ ഒരുപാട് പേര് അങ്ങനെ മരിച്ചു പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് പ്രിസർവ് ചെയ്ത് വച്ചേക്കുന്ന ഒരു ട്രൈബാണ് അവർ. വളരെ കുറച്ച് പേരെ ഈ പറഞ്ഞ പോലെ ലോകത്തിന് ബാക്കിയും ഉള്ളൂ. പിന്നെ അവിടെ ഒരു സുവനിയർ ഷോപ്പൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കുഞ്ഞെന്തോ ആർട്ടിഫാക്റ്റ് വാങ്ങിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവർക്കും ഗിഫ്റ്റൊന്നുമായിട്ട് വാങ്ങിച്ചില്ല. അതൊക്കെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ ഉള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്. ബിക്കോസ് ഇതൊന്നും തൊടാൻ പറ്റാത്ത വിലയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു, ഡിന്നർ കഴിച്ചു. ഞങ്ങളുടെ അതും ആസ് ഐ സെഡ് ബിഫോർ ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. എല്ലാം ബഫേ തന്നെയായിരുന്നു. ഫുഡിനൊന്നും അതുകൊണ്ട് എക്സ്ട്രാ വേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ പോയ ബീച്ചുകളിലെല്ലാം ഷെൽസും അറേഞ്ച് ചെയ്ത് വെച്ചൊരു വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത്. ഇത് എടുക്കാനുണ്ടായ റീസൺസ്, പോരുന്നതിന് മുന്നേ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കടലിൽ നിന്ന് കല്ലൊന്നും എടുത്തിട്ടില്ലല്ലോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോരാ, ബിക്കോസ് ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചത് മാത്രമേ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ മിലിറ്ററി എയർപോർട്ടിൽ അവരത് പിടിക്കും. പിടിച്ച് അവിടെ നമ്മൾ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ നിന്നുള്ളതൊന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ അതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ളത് പോളിഷ് ചെയ്ത് കടകളിൽ വിൽക്കുന്നത് നമുക്ക് കൊണ്ടുപോകാം, വാങ്ങിച്ചു കൊണ്ടുപോകാം. സോ ഞങ്ങൾ പോയ 5 ബീച്ചസിലെ 5 കല്ലുകൾ ഞങ്ങളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചും കൂടെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് എയർപോർട്ടിൽ ആസ് അവർ പറഞ്ഞ പോലെ പിടിച്ചു, കൈയും കാലും പിടിച്ച് 5 എണ്ണം എന്നെ സമ്മതിച്ചു. അവർ ഹണിമൂണാണ്, സുവനീറാണെന്നൊക്കെ പറഞ്ഞു. ബാക്കി എല്ലാം അവർ തിരിച്ച് വാങ്ങിച്ച് അവിടെ ഇടിയിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങളെ വിട്ടത്. സ്കാൻ ചെയ്തപ്പോൾ അവരൊക്കെ പിടിച്ചു. ബില്ലുണ്ടായിരുന്നതൊക്കെ അവർ ഞങ്ങൾക്ക് തന്നു വിട്ടു.
ബില്ല് കാണിച്ചപ്പോൾ. പിന്നെ മിലിറ്ററി എയർപോർട്ട് ഏതാണ്, ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പാടില്ല. ഇത് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടെടുത്ത വിഷ്വൽസാണ്. സോ ആൻഡമാനിൽ പോകുന്നവർ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കാശ് കൊടുത്ത് തന്നെ മേടിക്കുക. ബില്ല് കയ്യിൽ വയ്ക്കുക. ബില്ലില്ലെങ്കിലും അവർ അത് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ഇത് ഒരിക്കലും മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കാശ് കൊടുത്ത് മേടിച്ചതും കൂടെ അവിടെ വെച്ചിട്ട് പോരേണ്ടി വന്നേനെ. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലുള്ള ട്രാവൽ ആയത് കാരണം ഞങ്ങൾക്ക് തിരിച്ച് വന്നിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ RT-PCR അന്നത്തെ ഒരു ഇതനുസരിച്ച് ഒന്നില്ലെങ്കിൽ 14 days ക്വാറൻറ്റൈൻ, അല്ലെങ്കിൽ RT-PCR സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമായിരുന്നു. സോ ഞങ്ങളതൊക്കെ എന്തൊക്കെ വേണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് പോന്നു. ലൈഫിലൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുന്നല്ല എല്ലാവരും പോവുക. പുറത്ത് രാജ്യങ്ങളിൽ പോകുന്നതിന് പകരം നമ്മുടെ നാട് ആദ്യം എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ നാട്ടിലുള്ള അത്രയും വേറെ എവിടെയും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. സോ പറ്റുന്ന അത്രയും നമ്മുടെ നാട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മുടെ നാട് തന്നെ എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുക. ബിക്കോസ് ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളാരും കാണാൻ മുതിരുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇച്ചിരി പൈസ വരുമ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം. ബട്ട് ആലോചിക്കുക. ഓരോരുത്തരുടെ പ്രിഫറൻസസും ആണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ തിരിച്ചെത്തി ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഡേ വീട്ടിലായിരുന്നു. സെക്കൻഡ് ഡേ വെളുപ്പിനെ മീറ്റ് RT-PCR സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് താങ്ക്ഫുള്ളി കോവിഡൊന്നും പിടിച്ചില്ല. പിന്നെ വെൻറ്റ് ഓൺ വിത്ത് അവർ ലൈഫ്. താങ്ക് യു. ഇതുവരെ ഫുൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇതാണ് ഞങ്ങളുടെ പാക്കേജ് ഡീറ്റെയിൽസ്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.